നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ. എൻ്റെ ചാനൽ NANR സ്കൂൾ ഓഫ് വിസ്ഡം. ഇതിൽ സത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്താണെന്നും ഇതിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റുമെന്നും അല്ലെങ്കിൽ എത്തിയ ഒരാൾ എങ്ങനെ ആയിരിക്കുമെന്നും എന്താണ് ഇതിനകത്തുള്ള 99% ആൾക്കാർക്ക് എന്തുകൊണ്ട് ഇതിനകത്ത് കടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദമായ വീഡിയോയുടെ പല ടോപ്പിക്കിലും ചെയ്തിട്ടുണ്ട്. 2026 ആയപ്പം ശരിക്കും പുതിയ ടോപ്പിക്കുകളൊന്നും പബ്ലിഷ് ചെയ്യാനില്ല. January 31 ഞാനൊരു ടോക്ക് ഇട്ടിരുന്നു. അപ്പം അതിനുശേഷം ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. പ്രത്യേകിച്ചൊരു ടോപ്പിക്കൊന്നും ഉണ്ടായിട്ടല്ല. എന്താണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ്, ഇതിലൂടെ പോകുന്ന ഒരാൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു നോക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഇത് ചെയ്ത സമയത്ത് മോണിസം, ഡ്യുവലിസം എന്ന 2 സ്കൂള് നമ്മൾ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ അദ്വൈതവും ദ്വൈതം എന്ന് പറഞ്ഞിരുന്നു. അപ്പം അതിലെന്താണ് മോണിസം എന്ന് പറഞ്ഞാൽ, അദ്വൈതം എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഇല്ല. അതായത് സൃഷ്ടി ഉണ്ടാവുന്ന അല്ലെങ്കിൽ ബിഗ് ബാങ് എന്ന് സയൻസ് പറയുന്ന അവിടെയാണ് ചലനമുണ്ടായത്. അതിനു മുമ്പ് ചലനമില്ല. ഈ ഒരവസ്ഥ തിരിച്ചറിയുന്ന ഇതാണ് അദ്വൈതം. ഇനി അതല്ല, ഇവിടെ 2 ഉണ്ട് എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയെ നമ്മൾ വേറെ, ദൈവം വേറെ എന്ന് നമ്മൾ കാണുന്ന ആ ഒരവസ്ഥയെ ഡ്യുവലിസം എന്ന് പറയും. ദ്വൈതമെന്ന് പറയും. ഈ ഒരു 2 പ്രോസസ്സിലൂടെയാണ് നമുക്ക് ചുറ്റുമുള്ള അതെല്ലാം കടന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്, അല്ലെങ്കിൽ മനുഷ്യർക്ക് മാത്രമേ ഇങ്ങനെ 2 ഉണ്ടെന്നും ഈ ഒരു തിരിച്ചറിവ് മനുഷ്യർക്കുള്ളത്. നമ്മൾ പുസ്തകം വായിക്കുമ്പോഴും ആൾക്കാരുടെ പ്രഭാഷണം കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോഴും ഇതാണൊരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, ഒരു അടിത്തറ എന്ന് പറയുന്ന സാധനം ഇതാണ്. ഇത് നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തിയറിയെങ്കിലും നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇനി മനസ്സിലാവാതിരിക്കാൻ ചാൻസ് ഇല്ല. ഒരാൾ ഇത് തന്നെ അറിയണമെന്ന് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾക്കിത് കിട്ടും. കിട്ടിയില്ലെങ്കിൽ അയാളിത് കിട്ടുന്നത് വരെയും അയാൾ ഈ അന്വേഷണം തുടരും. അപ്പം ഈ അന്വേഷണം, നമ്മുടെ ഏതൊരു വസ്തുവിൻ്റെയും അന്വേഷണം അവസാനിപ്പിക്കുന്നത് എപ്പോഴാണെന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഉള്ളവരുടെ ധനികരുടെ ലിസ്റ്റ് നമ്മളെടുത്താൽ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഉദാഹരണം പറയാൻ പറ്റുന്ന പേരുകളിൽ 2 പേര് നമുക്ക് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്നത്. ഒന്ന് യൂസഫ് അലി മുതലാളിയും ഒന്ന് രവിപ്പെട്ട മുതലാളിയുമാണ്. അപ്പോൾ ഇവരുടെ ചരിത്രം എടുത്ത് നോക്കി, 20-30 വർഷം മുമ്പത്തെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഒന്നുമില്ലാതെ നിന്നാണ് ഈ ഒരവസ്ഥയിലേക്ക് വന്നത്. അതേസമയം അന്നത്തെ അവരുടെ അവസ്ഥയിൽ അവരെക്കാളും 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ധനികരുള്ളവർ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും ഇന്ന് ടോപ്പ് ലിസ്റ്റിൽ കാണാനേ ഇല്ല. അപ്പം ഇവിടെ ഞാൻ പറയാൻ വരുന്നത്, ഈ 2 പേരും അവരുടെ ജീവചരിത്രം നമ്മളെ അന്വേഷിച്ച് ചെന്നാൽ അവരെങ്ങനെയാണ് ഇത് കണ്ടെത്തിയത്, അവരുടെ അന്വേഷണം എവിടെ അവസാനിച്ചു. അവർ പൈസ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു, അതിന് പൈസ ഉണ്ടാക്കി അവർ ആ അന്വേഷണം അവരവസാനിപ്പിച്ചു. അല്ലെങ്കിൽ അവരുടെ ജീവചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അവരുദ്ദേശിച്ചതെല്ലാം അവർ നേടി. സാമ്പത്തികമായിട്ട് അവർ നേടി,
അപ്പം അവരുടെ അന്വേഷണം എവിടെയാണ് അവസാനിച്ചത്? സമ്പത്ത് അവരുദ്ദേശിച്ചത് കണക്ക് അവർക്ക് വന്നപ്പോഴാണ് അന്വേഷണം അവസാനിപ്പിച്ചത്. അപ്പം ആ അന്വേഷണം അവസാനിക്കുന്ന ഒരു പ്രോസസ്സ് എല്ലാവർക്കും സംഭവിക്കത്തില്ല. മറ്റു പലരും ഇപ്പോഴും അന്വേഷണത്തിലാണ്, എങ്ങനെ ധനികരാവണം എന്നുള്ള അന്വേഷണത്തിലാണ്. ഞാൻ ഈ ഉദാഹരണം പറയാൻ കാരണം, ഇനി ഇൻ്റർനാഷണൽ ലെവൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം, വേണ്ട നമ്മുടെ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം, നേരത്തെ ടാറ്റയും ബിർളയും ഉണ്ടായിരുന്നു. അവരുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെയും ഇതേ കഥ തന്നെയാണ് അവിടെയുമുള്ളത്. ഇനി അത്ര പുറകോട്ട് പോകണ്ട. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ അദാനി ഫാമിലിയും അംബാനിയുമാണ് നമ്മളിവിടെ യൂസഫ് അലിയും രവി പിള്ള പറയുന്നത് പോലെ 2 ഉദാഹരണങ്ങൾ പറയുന്നത്. അവരുടെ ചരിത്രവും ഇതാണ്. ഒന്നുമില്ലായ്മയെന്നാണ് അവരും വന്നിട്ടുള്ളത്. അവരെക്കുറിച്ച് പോസിറ്റീവും നെഗറ്റീവുമായിട്ട് ആൾക്കാർ പറയും. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, അതെല്ലാം അവിടെ ഇരുന്നോട്ടെ. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നുമില്ല. പ്രകൃതി അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങത്തില്ല. ഇനി നമ്മൾ ഇൻ്റർനാഷണൽ ലെവൽ എടുത്ത് നോക്കി, ബിൽ ഗേറ്റ്സ് ആയിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്, പിന്നെ ഇയാൻ മസ്കാണ് പിന്നെ വന്നത്. ഈ 2 പേരുടെയും ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരും ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നവരാണ്. അപ്പം ഞാൻ ഈ ഉദാഹരണങ്ങൾ പറയാൻ കാരണം, നമ്മുടെ കേരളം എടുത്താലും ഇന്ത്യ എടുത്താലും ലോകമെടുത്താലും, ഇനി നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളെ എടുത്താലും നമുക്ക് ചുറ്റുമുള്ളവരിൽ കണ്ടാൽ നമുക്ക് ഈ ഒരു പ്രതിഭാസം കാണാൻ പറ്റും. ഇപ്പം ഞാനീ പറയുന്നത്, ഇത് സാമ്പത്തികം എന്ന മേഖലയിലാണ് ഞാനീ പറഞ്ഞത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ആത്മീയത, കോൺഷ്യസ്നസ്, സത്യം. ഇത് കണ്ടെത്തിയ ആൾക്കാരെ നമുക്ക് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കാം. ശങ്കരാചാര്യർ, അല്ലെങ്കിൽ വിവേകാനന്ദൻ, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു, അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികൾ, അല്ലെങ്കിൽ രമണ മഹർഷി, അല്ലെങ്കിൽ ജിദ്ദു കൃഷ്ണമൂർത്തി, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ എക്കാർട്ട് ടോളെ, അല്ലെങ്കിൽ ഡോക്ടർ വെയിൻ ഡയർ എന്ന് തുടങ്ങി നമുക്കൊരു 100 ടോപ്പ് സ്പിരിച്വൽ ആൾക്കാരുടെ ചരിത്രത്തിലൂടെ നമുക്ക് പോയാൽ ഇവരെല്ലാം ഒരു സ്റ്റേജിൽ ചിലർ അന്വേഷിച്ചു, ചിലർ അന്വേഷിക്കാതെ കണ്ടെത്തി എന്നാണ് പറയുന്നത്. ചിലർ പറയുന്നത് അവർ പരിശ്രമിച്ചു, ആ പരിശ്രമത്തിലൂടെയാണ് കിട്ടിയതെന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ പരിശ്രമത്തിലൂടെ നമുക്ക് മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ ദേവത, അതല്ലെങ്കിൽ നമുക്ക് സരസ്വതി നമുക്ക് ആർജിക്കാൻ പറ്റുമോ? അറിവിൻ്റെ ദേവത പരിശ്രമത്തിലൂടെ ആർജിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം. നമ്മൾ ഇതിലെവിടെ ചെന്നാലും ഇവർ പറയും, നിങ്ങളത് ചെയ്യണം, ധ്യാനം ചെയ്യണം, നിങ്ങൾ വെജിറ്റേറിയൻ ആവണം, നിങ്ങൾ ഇന്നത് ചെയ്യാൻ പാടില്ല, 8 ഫോൾഡ് 10 കമാൻഡ്മെൻറ്റ്സ് എന്ന് തുടങ്ങി പല പല കാര്യങ്ങൾ ഇവർ പറയും. അപ്പം നമ്മളിത് ഒബ്സർവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് 99% ആൾക്കാരും ധനികരാവുന്നില്ല. 99% ആൾക്കാരും ആത്മീയ മേഖലയോ അല്ലെങ്കിൽ അറിവിൻ്റെ മേഖലയുടെ ഉന്നതിയിലെത്തുന്നില്ല. അപ്പം എന്തായിരിക്കാം ഇതിന് കാരണം? പരിശ്രമിക്കാത്തത് കൊണ്ടാണോ? എത്രയോ ആൾക്കാർ എനിക്കറിയാം, ഹിമാലയത്തിലും നേപ്പാളിലുമൊക്കെ നമ്മൾ പോയിട്ടുള്ളപ്പം അവിടെ ഉള്ളവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളപ്പം ഇവരെല്ലാം പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരൊന്നും തൃപ്തരുമല്ല, അവരെത്തിയിട്ടില്ല. പക്ഷേ എന്നാൽ അവിടെ തന്നെ ഇതെത്തിയെന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ ഉണ്ട്. നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നതിനപ്പുറം സിദ്ധികളുള്ളവരുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്താണ് ഹിമാലയത്തിലും ഈ മേഖലയിൽ
ഇത്രയും ആൾക്കാർ ഒരുമിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മളിവിടെയെങ്ങും അങ്ങനെ ഇല്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇനി ആ സ്ഥലത്തിന് അങ്ങനെ ഒരു എനർജി ഫ്രീക്വൻസിയും ബാൻഡ്വിഡ്ത്തും ഉണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. അപ്പം അതൊക്കെ നമുക്ക് സയൻറ്റിഫിക്കായിട്ടോ അല്ലാതെ ഒന്നും നമുക്കത് പറയാൻ പറ്റത്തില്ല. അതൊക്കെ പേഴ്സണലി ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണ്. ഇനി നമ്മൾ പുസ്തകം എടുത്താൽ ലോകത്തെ നമ്പർ 1 ആത്മീയ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ പഴയ ശ്രേണിയിലുള്ളത് ഓട്ടോബയോഗ്രഫി യോഗിയാണ്. യോഗാനന്ദ പരമഹംസയുടെ ബുക്കാണ്. അത് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതേ അവസ്ഥ പുട്ടപ്പർത്തിയിലെ സത്യസായും ശുദ്ധിസായും ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പം അത് സത്യമല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. അപ്പം ഈ വാദിക്കുന്നവരാരും ഓട്ടോബയോഗ്രഫി യോഗി വായിക്കുകയോ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളവരല്ല. അപ്പം നമ്മൾ അതിനകത്ത് പഠിക്കേണ്ടത്, നമ്മളൊരാളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ എതിർക്കരുത്. നമ്മളൊരിക്കലും അവരെ എതിർക്കരുത്. നമ്മൾ അവരുടെ അടുത്ത് ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഉറപ്പായും അവർ വായിച്ചിട്ടുണ്ട്. ഇത് വായിക്കാതെ ഒരാളും, ഞാൻ കണ്ടിട്ടുള്ള ഒരാളും, എല്ലാവരുടെ കയ്യിൽ ഈ പുസ്തകമുണ്ട്. ഇനി ഈ പുസ്തകത്തിൽ ആസ്ട്രോളജിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പുസ്തകത്തിലെല്ലാം പറയുന്നുണ്ട്. ഇത് അംഗീകരിക്കുന്ന ഒരാൾക്ക് സിദ്ധിയുണ്ടെന്നും ഒരാളൊരു കാര്യം ചെയ്യുമ്പം അയാൾ ഫ്രോഡാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പുസ്തകത്തെക്കുറിച്ചൊരു ചുക്കും ചുണ്ണാമ്പും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഫ്രോഡെന്നും അല്ലെങ്കിൽ ഒരാൾ വേറൊരാളെ തട്ടിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ മേഖലയല്ല. ഞാൻ തുടക്കം സമ്പത്തിലെത്താൻ ആഗ്രഹിക്കുന്നവരും ആത്മീയതയിലെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവരെല്ലാം പറയുന്നൊരു ലെസൺ, നിങ്ങൾ പരിശ്രമത്തിലൂടെ നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയോ ആൾക്കാർക്ക് സമ്പത്തുണ്ട്. ആ സമ്പത്ത് വെച്ച് അവർക്ക് അധികം സമ്പത്ത് പിന്നെയും ഉണ്ടായിക്കൂടെ? പക്ഷെ അത് നടക്കുന്നില്ലല്ലോ. ഒന്നുമില്ലായ്മയിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ സമ്പത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ആത്മീയതയുടെ മേഖലയിലും അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ചവരോ, ഏറ്റവും കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരോ, ഏറ്റവും കൂടുതൽ ഡോക്ടറേറ്റ് ഉള്ളവരോ അല്ല അറിവിൽ കടന്നിട്ടുള്ളത്. ഞാൻ പറയുന്നത് നോളജ് അല്ല, ഞാൻ പറയുന്നത് ഇൻ്റലിജൻസാണ്. പരമമായ സത്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം അത് ഈ ആൾക്കാർ ചോദിക്കുന്നു, അതെന്താണ് അറിവ്, പരമമായ സത്യം? അത് ഇത്രയേ ഉള്ളൂ. സൈക്കിൾ ഓടിക്കാൻ നമുക്കറിയാമോ? എങ്ങനെ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു, അല്ലെങ്കിൽ നീന്തൽ എങ്ങനെ പഠിച്ചു? ഒരാളുടെ സഹായത്തോടു കൂടിയോ സഹായമില്ലാതെയോ നമുക്ക് പഠിക്കാം. അപ്പം സഹായം നിർബന്ധമാണോ? നിർബന്ധമല്ല. ഇതാണ് നേരത്തെ പറയുന്നത്. പുസ്തകം ആവശ്യമുള്ളതാണോ? ആവശ്യമുള്ളതല്ല. പക്ഷേ ആ സൈക്കിൾ ഓടിക്കാൻ ഒരാൾ നമ്മളെ സഹായിച്ച ആളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ എല്ലാ കാലത്തും നിന്നാൽ നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമോ? ഇല്ല. നടക്കാൻ പഠിപ്പിച്ചത് എങ്ങനെയാണ്? നമ്മളെ കൈ പിടിച്ച് നടത്തിയിട്ടാണ് നമ്മൾ നടന്നത്. അല്ല നമ്മൾ പറയുകയാണ്, ഞാൻ ഈ കൈ വിടത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല. നീന്തലും അങ്ങനെ തന്നെ. അപ്പം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പുസ്തകത്തിൻ്റെയോ പ്രഭാഷണത്തിൻ്റെയോ സഹായം ആവശ്യമില്ല എന്നുള്ളതല്ല. 6 ഗിയറുണ്ട്. ആദ്യത്തെ ഗിയറിട്ട് രണ്ടാമത്തെ ഗിയറിടണമെന്ന് പറയും. ഇനി നല്ല ഓടിക്കാൻ അറിയാവുന്നവർ വേണമെങ്കിൽ ടോപ്പ് ഗിയറിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകും എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത് നാച്ചുറലായിട്ട് നമുക്ക് വരണമെങ്കിൽ നമുക്ക് ഭയം മാറണം. അതാണ് ഇവർ പറയുന്ന ഫിയർ. അത് മാറണം.
എത്രയോ പേര് സൈക്കിൾ ഓടിക്കാൻ പഠിക്കാൻ ശ്രമിച്ചിട്ട് ഇന്ന് വരെ സൈക്കിൾ ഓടിക്കാൻ പറ്റിയിട്ടില്ല. എത്രയോ പേര് കാർ ഓടിക്കാൻ പഠിച്ചിട്ട് ഇനി ചിലർ പഠിച്ചു, ലൈസൻസ് എടുത്തു, പക്ഷേ വണ്ടി ഓടിക്കത്തില്ല. ഇതാണ് അവസ്ഥ. അപ്പം നമുക്ക് എന്തിലെത്തണമെങ്കിലും അത് നാച്ചുറലായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ആ വെള്ളത്തിലിറങ്ങി വെള്ളം കുളിച്ചാലേ പറ്റൂ. ചിലപ്പോൾ സൈക്കിൾ ഓടിക്കുമ്പോൾ താഴെ വീഴും, നടക്കുമ്പോൾ അങ്ങനെയല്ലേ. നമ്മൾ എത്ര തവണ താഴെ വീണിട്ടാണ് നമ്മൾ എണീറ്റത്. അപ്പം ഇത് ആർക്കാണ് ശ്രദ്ധിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിലെത്തും. ഇത് ഞാൻ എത്താനൊന്നുമില്ല, ഇത് ഞാൻ അതാണ് എന്നുള്ള അറിവിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അവർക്കാണ്. ഇനി അതിലടുത്ത ഏറ്റവും വലിയ തടസ്സം എന്താണെന്ന് ചോദിച്ചാൽ ഇതെന്തോ എത്താനുള്ളതാണെന്നും ഇതിൽ നിന്നെന്തോ കിട്ടുമെന്നും നമുക്കെന്തോ ഒരു മാറ്റം വരുമെന്നും ഒക്കെ ഈ ഓട്ടോബയോഗ്രഫി യോഗയിൽ നമ്മൾ കണ്ടും കേട്ടും വെച്ചിരിക്കുന്നത് കൊണ്ട് അത് നമുക്കൊരു എന്താണ് പറയുന്നത്, നമ്മുടെ മനസ്സിൽ ഒരു കണ്ടീഷൻ മൈൻഡിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം അതുകൊണ്ട് പലപ്പോഴും നമ്മളതാണ്, പക്ഷേ ഈ അജ്ഞാനമാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കണം, അതങ്ങനെ ആയിരിക്കണം എന്നിനി വേറെയും ഉദാഹരണങ്ങൾ പറയാം. സിനിമാ നടന്മാർക്ക് സൗന്ദര്യം വേണം എന്ന് നമുക്കൊരു തോന്നലുണ്ട്. കാര്യം നമ്മൾ അങ്ങനെ കണ്ട് നമ്മുടെ മനസ്സിൽ പതിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സിനിമ എടുത്ത് നോക്കിയാൽ പല നടന്മാർക്ക് സൗന്ദര്യവും ഇല്ല, നമ്മൾ പറയുന്ന ഒരു സാധനവും ഇല്ല. ഇപ്പോൾ തമിഴിലൊരു നടനുണ്ട് ധനുഷ്, ഈ പറയുന്ന ഒരു ക്വാളിഫിക്കേഷനും ഇല്ല, പക്ഷേ അവിടുത്തെ ടോപ്പാണ്. അപ്പം അതും തെറ്റാണ്. അപ്പം എല്ലാ മേഖലയിലും നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഇന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ എന്ന് വിചാരിക്കുക. ഈ റോൾസ് റോയ്സ് എന്ന് പറയുന്ന കാറ് ഓഷോയുടെ മുറ്റത്ത് 100-ൽ കൂടുതൽ കാറുകളുണ്ടായിരുന്നു. ഓഷോ വാങ്ങിച്ചതല്ല, അവിടെ വന്നവർ താക്കോൽ അവിടെ വെച്ചിട്ട് പോയവരാണ്. നമുക്കിത് വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പം കേരളത്തിലെ ഒരു ഡോക്ടർ റോയ് ആത്മഹത്യ ചെയ്ത ആൾക്ക് 12 റോൾസ് റോയ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് പറയുകയാണ്. ഇവിടെ 100 റോൾസ് റോയ്സ് ഉള്ളവരുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആൾക്കാർ ചോദിക്കും, ഇതെങ്ങനെയാണ് ഒരാൾക്ക് ഒരു പൈസ പോലും കടമില്ലാതെ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്? എത്രയോ ആൾക്കാരുണ്ട് ഇന്ത്യയിൽ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുണ്ട്, നമുക്ക് ചുറ്റുമുള്ളവരുണ്ട്. ഒരു പൈസ പോലും കടമെടുക്കാതെ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഈ കടമെടുക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നമുക്കത് എക്സ്പെൻസായിട്ട് എഴുതി തള്ളാൻ പറ്റും. ഞാൻ 1-2 ടോപ്പ് ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവർ കടമൊന്നും എടുത്തിട്ടില്ല. അവർ ചോദിക്കുന്നത്, നമ്മളൊരു ലോൺ എടുത്ത് ആ ലോൺ അടച്ച് അതിൻ്റെ പലിശ അല്ലെങ്കിൽ അതിൻ്റെ ഡിപ്രിസിയേഷൻ നമ്മൾ എഴുതി തള്ളുന്നത് എന്തിനാ? അപ്പം അത് ബാങ്കിൻ്റെയും മറ്റും ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. നമ്മളെ കൊണ്ട് പിന്നെയും കടമെടുപ്പിച്ച് നമ്മൾ പിന്നെയും ഇത് ചെയ്യണം എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അന്നേരം എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ, നല്ല ലെവലിലിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അവസ്ഥ വന്നാൽ, ഉദാഹരണത്തിന് നമ്മുടെ ഒരു 100 കോടി ഉണ്ടായിരുന്നു, ഒരു 500 കോടിയുടെ ലോൺ എടുത്ത് ബിസിനസ് ചെയ്തു. കോവിഡ് വന്നു, 1 വർഷത്തേക്ക് നമ്മുടെ ബിസിനസ് പോയി, നമ്മുടെ കയ്യിലുള്ളതും പോവും, 500 കോടിയുടെ കടവും വരും. ഇതാണ് ആ ഒരു അവസ്ഥ. ഇത് നമ്മളെന്താണ് പറയുന്നത്, ആഗ്രഹം മൂത്ത് ആർത്തി മൂക്കുക എന്ന് പറയത്തില്ലേ, അതാണ് സംഭവിക്കുന്നത്. അവിടെയാണ് ഈ ബുദ്ധൻ്റെയൊക്കെ ചില പ്രിൻസിപ്പിൾ, ഡിസയർ പാടില്ല എന്നൊക്കെ പറയുന്ന സാധനം. പക്ഷേ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാൻ മസ്കിൻ്റെയൊക്കെ കേസിൽ ഇതിനപ്പുറത്തെ ലെവലിൽ നിന്നാണ് അവരൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കടം വാങ്ങിക്കുന്നത് തെറ്റാണ്. കടം വാങ്ങിക്കാത്തവൻ ബുദ്ധിയുള്ളവൻ ഒന്നും അല്ല ഇത്. ഇതൊക്കെ നമുക്ക് എന്താണ് പറയുന്നത്, നമ്മളിതായാൽ മാത്രമേ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അല്ലാതെ 10,000 കണക്കിന് പുസ്തകം ഹൗ ടു ബിക്കം റിച്ച്
അതിൻ്റെ നമ്പർ 1 ബുക്ക് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ആണ്. ആത്മീയതയിൽ ഇന്നത്തെ നമ്പർ 1 ബുക്ക് പവർ ഓഫ് നൗ ആണ്. ഇപ്പോൾ 2 പേര് തീരുമാനിച്ചു, ഒരാൾക്ക് സരസ്വതി വേണം, അറിവ് വേണം. ശരി, അയാൾ പവർ ഓഫ് നൗ കാണാതെ പഠിച്ച് അയാൾ അതിൻ്റെ എക്സ്പേർട്ടായി, അല്ല അതിനകത്തൊരു PhD എടുത്ത്. അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമോ? വേണമെങ്കിൽ പുസ്തകം പബ്ലിഷ് ചെയ്യാം, പക്ഷേ അയാൾക്ക് ആയാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഇത് ഇപ്പുറത്തെ സൈഡിൽ മഹാലക്ഷ്മി സമ്പത്തിനെ കുറിച്ച് റിസർച്ച് നടത്തി, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, അതുപോലെ ഇൻ്റർവ്യൂ നടത്തി, ബുക്ക് എഴുതി, എല്ലാം എഴുതി. പക്ഷേ ആ ബുക്ക് എഴുതിയ നെപ്പോളിയന് അതുപോലെ ടോപ്പ് ലെവലിൽ വരാൻ പറ്റിയില്ല. അത് നമ്മൾ പഠിക്കണം. അവിടെയാണ് പുസ്തകവും പ്രഭാഷണവും ഇതെല്ലാം മറ്റൊരാളുടെയാണ്. ഒന്നെങ്കിൽ അയാളുടെ അനുഭവമോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അനുഭവമോ ആണ്. ഇതെല്ലാം നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചതുപോലെയും അല്ലെങ്കിൽ നീന്തൽ പഠിപ്പിച്ചതുപോലെയും നടക്കാൻ പഠിപ്പിച്ചതുപോലെയാണ് എന്ന് നമ്മളത് അക്നോളജ് ചെയ്ത് നമ്മൾ സ്വതന്ത്രരാവണം. നമ്മൾ സ്വതന്ത്രരായാലേ, എങ്ങനെയാണ് സ്വതന്ത്രമാവുന്നത്? ഭയം മാറുമ്പോഴാണ്, ഫിയർ മാറുമ്പോഴാണ് ഫ്രീഡം വരുന്നത്. രണ്ടിൻ്റെയും ആദ്യ അക്ഷരം F ആണ്. എല്ലാ തടസ്സങ്ങൾക്കും കാരണം ഫിയറാണ്. ഫിയർ എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ സമൂഹം നമ്മളിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് കൂടുതൽ പൈസ? അപ്പോൾ കുറച്ച് പൈസ നല്ലതാണോ? പൈസയാണ് ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഇതൊരു സൈഡ്. ആത്മീയത, എന്തിനാണ് ആവശ്യത്തിൽ കൂടുതൽ ആത്മീയത? നമ്മൾ ബുദ്ധനെ കണക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ഇങ്ങനെ ഇവർ ചില കുത്തിത്തിരിപ്പുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും അറിഞ്ഞിട്ടല്ല, അവർ വായി തോന്നുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയും. നമ്മളിത് നിരന്തരം കേൾക്കുമ്പോൾ ഇത് നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കും. അതാണ് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. ആ ഒരു പുസ്തകം മനസ്സിനെ കുറിച്ച് അറിയുന്നുണ്ട്. ആ പുസ്തകത്തിനപ്പുറം വേറൊരു പുസ്തകമൊന്നുമില്ല. 1940കളിൽ പബ്ലിഷ് ചെയ്ത ബുക്കാണ്. അപ്പം ആകെ 2-3 പുസ്തകം മതി വായിക്കുമ്പോൾ അതിൻ്റെ ടോപ്പ് പുസ്തകം വായിച്ചാൽ പോരെ? എന്തിനാണ് ആയിരക്കണക്കിന് പുസ്തകം വായിക്കുന്നത്? അപ്പം ഇതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത്. എൻ്റെ കയ്യിൽ പേഴ്സണൽ കളക്ഷൻ തന്നെ ഒരു 8,000 to 10,000 ബുക്ക് എൻ്റെ കാണും. ഈ ബുക്ക് ആർക്കും കൊടുത്തിട്ട് ആർക്കും വേണ്ട. ഇപ്പം എല്ലാം ഓൺലൈനിൽ ബുക്കുകൾ അവൈലബിളാണ്. യൂട്യൂബിൽ ഇതിൻ്റെ ലെക്ചേഴ്സ് അവൈലബിളാണ്. ഒരു കാലത്ത് ഇതൊന്നും അവൈലബിൾ അല്ലായിരുന്നു. അപ്പം ഇന്നതുകൊണ്ട് ആർക്കെങ്കിലും അറിവ് കിട്ടിയോ? നമുക്ക് ചുറ്റുമുള്ളവർക്ക് ഒരാൾക്കും കിട്ടിയിട്ടില്ല. ഒരു 30-40 വയസ്സുള്ളവർക്കും കിട്ടിയിട്ടില്ല. 40-60 കിട്ടിയിട്ടില്ല. 60-90 കിട്ടിയിട്ടില്ല. ഇവരുമായിട്ട് സംസാരിക്കുമ്പം ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഒരു ട്രാക്ക് എടുത്ത് ആ ട്രാക്കിലൂടെ ഓടിയിട്ട് പറയുകയാണ്, ഇതാണ് കറക്റ്റ് ട്രാക്ക് എന്ന് പറയുകയാണ്. അപ്പം ഇത് നമുക്ക് എങ്ങനെ സമ്മപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഏത് മേഖലയിൽ കടക്കണമെങ്കിലും, ഒരു മലയുടെ മേലയിൽ കൂടെ നടക്കണമെങ്കിലും നമുക്ക് പേടിയുണ്ടെങ്കിൽ നടക്കാൻ പറ്റില്ല. ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്നവരെ കണ്ടിട്ടില്ല. കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. ഇവർക്ക് വേറെ ഒരു പണിയില്ലേ? ചില ആൾക്കാർ ബൈക്കൊക്കെ ഓടിച്ചു പോകുന്ന കണ്ടിട്ടില്ലേ? ചിലർ റേസ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അപ്പം ഭയമാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഭയം മാറിയാൽ, ഫിയർ മാറിയാലേ ഫ്രീഡം വരും. അത് നമ്മൾ ഏതെങ്കിലും പുസ്തകത്തിൽ കയറി പിടിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കയറി പിടിക്കുകയോ ചെയ്താൽ നമുക്ക് കിട്ടത്തില്ലെന്നല്ല, നമ്മളെപ്പോഴും അടിമകളായിരിക്കും. നമ്മളാണ് രാജാവ്, അല്ലെങ്കിൽ നമ്മളാണ് നമ്മൾ അന്വേഷിക്കുന്നതെന്ന് ആൽക്കമിസ്റ്റാണ് വേറൊരു പുസ്തകം ലോകത്ത് ഗിന്നസ് ബുക്കിൽ വന്നിട്ടുള്ള. ആ പുസ്തകത്തിൽ ഇത് തന്നെയാണ് പറയുന്നത്. അപ്പം എല്ലാത്തിലും ഇത് തന്നെ പറയുന്നത്. പക്ഷേ നമ്മൾക്ക് നമ്മുടെ ഉപബോധ മനസ്സിൽ കുറേ കാര്യങ്ങൾ കുത്തി വെച്ചിട്ടുണ്ട് നമ്മളറിയാതെ.
അപ്പം ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ പുസ്തകങ്ങളുടെ പേര് ഞാനത് പറയാം. പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, മർഫിൻ, 1940 ഇറങ്ങി. ഓട്ടോബയോഗ്രഫി യോഗാനന്ദ പരമഹംസയുടെ. എക്കാട്ടോടെ പവർ ഓഫ് നൗ. മതി, ഇത് മതി, ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പം ഏതെങ്കിലും ഒരു മേഖലയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കുളിച്ചാൽ വെള്ളം വരും. ഇത് പല പുസ്തകം വായിച്ച് പല സ്ഥലത്ത് പോയി പല ഓർഗനൈസേഷനിൽ പോയി അതും വായിച്ച് ഇതും വായിച്ച് ഒരു വഴിക്കും എത്തത്തില്ല. ചില ആൾക്കാർ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വേറൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ചാടി പോകുന്നവരെ കണ്ടിട്ടില്ലേ? അതാണ് അവസ്ഥ. അല്ലെങ്കിൽ കുരങ്ങൻ ഒരു 10 ചെടിയുണ്ടെങ്കിൽ 10ലും ആപ്പിളാണെന്ന് വിചാരിക്കുക. ഒരേ ടൈപ്പ് ആപ്പിളാണ്, തോട്ടമാണെന്ന് വിചാരിക്കുക. കുരങ്ങ് ഒന്നിൽ കടിച്ചിട്ട് അടുത്തേക്ക് പോയി കടിക്കും. വിചാരിക്കുക അതാണ് നല്ലത്. സംഭവം എല്ലാ ആപ്പിളും തന്നെ, എല്ലാം ഒന്ന് തന്നെ. അത് ഇതാണ് യഥാർത്ഥത്തിൽ തിരിച്ചറിവ്. ഞാൻ എന്തായാലും ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക് യു. ആർക്കെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും ഫോർവേഡ് ചെയ്യാൻ പ്രയോജനം ഉണ്ടെങ്കിൽ അവർക്ക് ഫോർവേഡ് ചെയ്യുക. താങ്ക് യു.